എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലെ നടന്ന തിരുവനന്തപുരത്തെ ആ ഞെട്ടിക്കുന്ന സംഭവങ്ങളും ഒരു ജനപ്രിയ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉദാഹരണവും ഒക്കെ കണ്ട കുറെ അത്ഭുത നിമിഷങ്ങളെ കുറിച്ച് വിവരിക്കാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ് ഇന്ന് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ വിശദമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കും. വീഡിയോ അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നേരെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ഒരുപാട് ജനപ്രവാഹമുള്ളൊരു വേദിയായിരുന്നു. ഒരുപാട് പൂമഴകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ പുഷ്പവൃഷ്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പൂക്കളൊക്കെ തെറിച്ചു വീഴുന്നുണ്ട്. ആളുകൾ ബഹളം വെക്കുകയാണ്. മോദിജിയെ കണ്ടതിൻ്റെ, തങ്ങളുടെ നേതാവിനെ കണ്ടതിൻ്റെ ഒരുപാട് സന്തോഷത്തോടെ അവരിങ്ങനെ ആർത്തുല്ലസിച്ച് അങ്ങനെ ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു കാഴ്ച കണ്ടു. അത് നിസ്സാരമായിട്ടുള്ള കാഴ്ചയായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു മുത്തശ്ശൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി, ഒരു 8 10 അല്ലെങ്കിൽ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കൈ ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ്. ആ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്. അത് വരച്ചിട്ടുള്ളൊരു പടമാണ്. അത് തൻ്റെ ചിത്രം തന്നെയാണല്ലോ എന്ന് അദ്ദേഹം ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. മോനെ, നീ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച നിന്റെ കൈ വേദന എടുക്കൂടാ, നീ കൈ താത്ത്. അങ്ങനെയാണ് ആദ്യം ആ പ്രധാനമന്ത്രി, നമുക്ക് തോന്നും ഇത് പ്രധാനമന്ത്രിയാണോ അതോ നമ്മളെ വീട്ടിലെ ഒരു മുതിർന്ന ഒരു കാർന്നോരാണോ, ഒരു മുത്തശ്ശനാണോ, ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് ആദ്യമായിട്ടല്ല, പലപ്പോഴും പല നാടുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൊച്ചുകുട്ടികൾക്കിടയിൽ ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം കാണിച്ചിട്ടുള്ളത്. മലയിലെ ആ ഒരു വിഷയമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ വെച്ചൊക്കെ ആ കൊച്ചിനെയൊക്കെ ലാളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അതില് ഒരു തരത്തിലും ആളുകൾ പാർട്ടി നോക്കില്ല. അങ്ങനെ നോക്കാതെ തന്നെ പലരും അത് ഇഷ്ടപ്പെട്ടത് സമ്മതിച്ചു. കാര്യം എന്തൊക്കെ ഉണ്ടെങ്കിലും ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഈ രീതികളൊക്കെ അഭിനന്ദാർഹമാണ് എന്ന് പലരും പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ അതിലൂടെ വന്നു. അങ്ങനെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ചിത്രം വാങ്ങുന്നു. മോനെ താഴെ ഇറക്ക്, ഒപ്പം തന്നെ നീ അഡ്രസ്സ് ഇതാ, ഞാൻ ലെറ്റർ എഴുതാം നിനക്ക് എന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞ് ഒപ്പിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. ഇങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധിക്ക്, ഒരു നേതാവിന്, ഒരു പ്രധാനമന്ത്രിക്കൊക്കെ പെരുമാറാൻ പറ്റുമോ എന്നൊരു സംശയം നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഒരു ദൃശ്യമാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത്. അതുപോലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് അദ്ദേഹത്തിന്റെ കാലിന് തൊട്ട് വന്നിക്കുകയാണ് അങ്ങനെ ഗുരുത്വം നേടാനായിട്ട്. ഒപ്പം തന്നെ അദ്ദേഹം താഴെയാണ്. ആരൊക്കെ ആളുടെ കാല് പിടിക്കാൻ നോക്കുന്നു അവരുടെയൊക്കെ കാല് തിരിച്ചു പിടിച്ച് ഞാനും അങ്ങനെ ചെയ്യാം, അതിന്റെ ആവശ്യമൊന്നുമില്ല, വരൂ എന്ന് പറഞ്ഞിട്ട് വി രാജേഷൊക്കെ അടുത്തേക്ക് വന്ന് കാൽക്കൽ വീഴാൻ നോക്കുമ്പോൾ എടുപ്പിച്ച് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രവൃത്തി വേണ്ട. താഴെ ഒന്നുമില്ല, നമ്മളൊക്കെ ഇങ്ങനെ സെയിം ടു സെയിം, അത് മതി. ആ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളത്. നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലതെന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ആരായാലും എനിക്ക് തോന്നുന്നില്ല ഇതിനെ എതിർത്ത് പറയാൻ പറ്റുമെന്ന്. അത് അടിപൊളിയായിരുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ആ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഉടനെ മോദി നേരെ ഇറങ്ങിച്ചില്ലാണ്, കൈ കൊടുത്ത് വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഇവിടെ ശരിക്കും ആതിഥേയൻ? ആരാണ് കേരളത്തിലെ ആള്? ആരാണ് പുറത്തെ ആള്? ശരിക്കും പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടുകാരനാകുമ്പോൾ വരൂ വന്നിരിക്കൂ എന്ന് പറഞ്ഞ രീതിയല്ല ഇവിടെ സംഭവിച്ചത്. നേരെ തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ആൾക്ക്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു തരത്തിലും അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലായിടത്തും കയറി അങ്ങ് ഇടപഴകും. മനോഹരമായിട്ട് എല്ലാവരോടും ഇഷ്ടത്തോടെ ആ ഒരു നമുക്ക് ആർക്കും കണ്ടുപഠിക്കാവുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഓരോ രീതിയിലും ചെയ്ത് കാണിക്കുന്നത്. ഒരു അത്ഭുതം തോന്നുന്നു. ഇതാണോ പ്രധാനമന്ത്രി? എന്ത് സിമ്പിളാണ് അദ്ദേഹം എന്ന് തീർച്ചയായിട്ടും പറയാവുന്ന കാഴ്ചകളാണ് നമുക്ക് തിരുവനന്തപുരത്ത് കണ്ടത്. ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് പേർക്ക് ഇത്ര ഇഷ്ടമായത്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ പ്രധാനമന്ത്രിയായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടാൽ മതി. അതെങ്ങനെയാണ് ഈ കുട്ടികളെ തൊട്ട് കയ്യിലെടുക്കാനായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നല്ല പരിചയമുണ്ട്, ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വളർന്ന് പടിയായി കയറി വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാഴ്ചയാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിന് എത്രത്തോളം ഒബ്സർവേഷൻ ഉണ്ട്, ആളുകളുടെ മനസ്സെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ആളുകൾക്ക് എങ്ങനെ ആളുകളുടെ ഇഷ്ടം എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും. ഈ ഒരു രീതികൾ ഉപയോഗിച്ച് തന്നെയായിരിക്കും പല രാജ്യങ്ങളുടെയും ലോക നേതാക്കളുടെയും ഒക്കെ ഇഷ്ടവും അവരുടെ സുഹൃത്ത് ബന്ധവും അവർക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ എല്ലാം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതൊന്നും പറയേണ്ട കാര്യമില്ല, നീ പറയുന്നതൊന്നും ശരിയല്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും
പറയാവുന്ന കാര്യമായി ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല എന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണം പറയണം. അതായത് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുണ്ടാവാം, വേറെ പല കാരണങ്ങൾ കൊണ്ട് എതിർപ്പുണ്ടാവാം. പക്ഷെ ആ എതിർപ്പിനുള്ള കാരണം മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അതൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.